മുബഷീർ, ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. മലപ്പുറം പരപ്പരങ്ങാടി ദേശീയപാതയിൽ മലപ്പുറം പരപ്പരങ്ങാടി റോഡിൽ സൈഡിൽ മറ കെട്ടിയാണ് അവിടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണെടുത്തിരുന്നത്. എന്നിട്ടും അത് നഗരസഭ അറിഞ്ഞിട്ടില്ല. ഈ റോഡിലൂടെ എത്രയോ ആളുകൾ പോയിട്ടുണ്ടാവും. മിനിസ്റ്ററുടെ വീടിന്റെ 200 മീറ്റർ അകലെയല്ലേ ഇതേപോലെ മറച്ചു വെച്ചിരിക്കുന്നത്. അരുൺകുമാർ, അതെ 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 അരുൺകുമാർ, ചെറിയ പാതയല്ലത്, ഇടവഴിയല്ല, ഇത് സംസ്ഥാന പാതയാണിത്. ദിനം പ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത്. അതിന് തൊട്ടടുത്ത മേഖലയിലാണ് ഇത്രയധികം അശാസ്ത്രീയമായുള്ള നിർമ്മാണം നടന്നതെന്ന് ഓർക്കണം. ഇത് നഗരസഭ അറിഞ്ഞിട്ടില്ലേ, ഇവിടെയുള്ള മന്ത്രി അറിഞ്ഞിട്ടില്ലേ, ഈ സർക്കാർ അധികൃതർ അറിഞ്ഞിട്ടില്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇക്കാര്യത്തിൽ ഇന്നലെ നമ്മൾ ഇവിടെ നിന്നും വാർത്ത റിപ്പോർട്ട് ചെയ്താണ്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞതാണ്, വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞതാണ്. അരുൺകുമാർ, ഇപ്പോൾ നമ്മൾ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറുകയാണ്. ഇവിടെ നിൽക്കുന്നത് അത്രത്തോളം സുരക്ഷിതമല്ലാത്ത കാര്യമാണ്. തലനാരിഴക്കാണ് നേരത്തെ. ഈ സംഭവം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ പ്രോപ്പർട്ടി ആരുടേതാണെന്ന് കൂടി ഒന്ന് മുബഷീർ ഒന്ന് ചോദിക്കും. നമ്മൾ ഈ സ്വകാര്യ വ്യക്തി എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് സംശയമുണ്ടാവും, നമ്മളെന്തോ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാണ്. നഗരസഭയ്ക്കും അറിയില്ല ഇത് ആരുടെ പ്രോപ്പർട്ടിയാണ്, ഇത് എന്താണ് അയാളുടെ പേര്. ഈ പ്രോപ്പർട്ടി മണ്ണിടിഞ്ഞു വീണ സ്ഥലത്തെ പ്രോപ്പർട്ടി ആരുടെ പേരിലാണെന്ന് ചോദിക്കുമോ? ഇതാ വാർഡ് കൗൺസിലർ ഉമ്മർക്ക് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇത് ആരാണ് ഈ ഭൂമി വാങ്ങിയത്, ആരാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്, അവരുടെ പേര് വിവരങ്ങളൊന്നും പറയുന്നത്? അവരുടെ പേര് ആരതാണെന്നുള്ളത് നമുക്കറിയില്ല. പ്രൈവറ്റ് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഖനനം, ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഖനനം ചെയ്യുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടിയാണ് ഇവിടെ റൂം ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയാണെന്നുള്ളത് പറഞ്ഞു. അരുൺകുമാർ ഈ മേഖലയിൽ നിന്ന് മാറുകയാണ്. ഷോപ്പിംഗ് കോംപ്ലക്സിന് വേണ്ടി എടുത്ത ഭൂമിയാണെന്ന് പറയുന്നുണ്ട്. ആരാണെന്ന് കൃത്യമായിട്ട് വാർഡ് കൗൺസിലർക്ക് പറയാൻ സാധിക്കുന്നില്ല. പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അരുൺകുമാർ, ആ ദൃശ്യങ്ങൾ അത് കാണേണ്ടതുണ്ട്. എവിടെയാണ് അധികൃതർ? അതായത് ആ സ്കൂളിന്റെ തൊട്ടു താഴെ അല്ലെ, ആ ഹോസ്റ്റലിന്റെ താഴെയാണ്. ഹോസ്റ്റലിന്റെ താഴെയാണ്. അവിടെ ഇളകുന്നുണ്ട്, അവിടെ ഇളകുന്നുണ്ട്, എവിടെ ഇടിയുന്നുണ്ട്, എവിടെ ഇടിയുന്നുണ്ട്. ആ ഹോട്ടൽ നേരെ 2019 ഇടിഞ്ഞ സ്ഥലമാണ് അത്. ഇനി വെടിയേടി അതുപോലെ നിങ്ങളൊക്കെ മാറി കൊടുക്കണം. 2019 സമാനമായ രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായ മേഖലയാണെന്ന് പറയുന്നുണ്ട് അരുൺകുമാർ. സ്കൂൾ പ്രവർത്തിക്കുന്ന ഭാഗത്ത് ഉൾപ്പെടെ മണ്ണ് ഒലിച്ചു വരുന്നുണ്ട്, വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട്. അപകടം വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അരുൺകുമാർ. നാട്ടുകാർ മാത്രമാണ് ഇവിടെ നിയന്ത്രണം. ധൈര്യമാണ് ഈ സ്വകാര്യ കമ്പനിക്കുള്ളതെന്നുള്ളതാണ്. ആ സ്വകാര്യ വ്യക്തിക്ക് എത്ര ധൈര്യമാണ്. മിനിസ്റ്ററുടെ വീടിന് 200 മീറ്റർ അപ്പുറത്ത് മലപ്പുറം പരപ്പരങ്ങാടി സംസ്ഥാന പാതയുടെ ഓരത്ത് അത്യധികം ഫ്രജയിലായ പരിസ്ഥിതിക്ക് ദുർബലമായ ഒരു പ്രദേശത്ത് ഇതേപോലെ JCB കൊണ്ടുവന്ന് നഗരസഭയെ അറിയിക്കാതെ, വാർഡ് കൗൺസിലറെ അറിയിക്കാതെ, വാർഡ് കൗൺസിലർ അറിഞ്ഞു എന്നാണ് പറയുന്നത്, പക്ഷെ ഒരു പെർമിഷനും വാങ്ങാതെ ഇതേപോലെ മണ്ണ് മാന്താനുള്ള പെർമിഷൻ ആർക്കാണ് കൊടുത്തത്? എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും വലിയ കോൺഫിഡൻസ് കിട്ടിയത്? മിനിസ്റ്ററുടെ വീടിന് കഷ്ടിച്ച് 200 മീറ്റർ അപ്പുറത്ത് മലപ്പുറത്ത് പരപ്പരങ്ങാടി സംസ്ഥാന പാതയുടെ ഓരത്ത് മലപ്പുറം നഗരസഭയുടെ മൂക്കിന് കീഴ് ഇതേപോലെ മണ്ണെടുപ്പുണ്ടായിട്ട് ആരും അറിയാതെ പോയിരുന്നുകൊണ്ടാണ്. നോക്കൂ, അവിടെ മറ കെട്ടിയാണ്, പരസ്യമായിട്ടാണ് മണ്ണെടുത്തത്. എന്നിട്ടും അവിടെ ഇതാരും അറിയാതെ പോയി എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയണം. ഒരിക്കൽ കൂടി മുബഷീർ നമുക്ക് വാർഡ് കൗൺസിലറോട് ചോദിക്കാം, ഉമ്മറക്കയോട് ചോദിക്കാം, ഇത് എന്തെങ്കിലും പെർമിഷൻ എവിടെ നിന്നെങ്കിലും വാങ്ങിയിട്ടാണോ? ഒരു കടലാസിന്റെ എങ്കിലും പെർമിഷൻ ഈ സ്വകാര്യ വ്യക്തിക്ക് കിട്ടിയിരുന്നോ ഇവിടെ ഇങ്ങനെ അനധികൃതമായി മണ്ണെടുക്കാനെന്ന്? മിനിസ്റ്റർ പറഞ്ഞത് ഒരു പെർമിഷനും കൊടുത്തിട്ടില്ല എന്നാണ്. ഉമ്മർക്ക അദ്ദേഹം ഫോണിൽ സംസാരിക്കുകയാണ്. പെർമിഷന്റെ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. കൃത്യമായിട്ടൊരു അതിലൊരു വ്യക്തത വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നഗരസഭാ ചെയർമാനോട് സംസാരിച്ച ഘട്ടത്തിൽ ഉമ്മർക്ക, ഇവിടെ ഈ പരിസ്ഥിതി ലോല നിർമ്മാണ പ്രവർത്തനത്തിന് പെർമിഷൻ നഗരസഭ അതുമായി ബന്ധപ്പെട്ട അനുമതി ഉണ്ടല്ലോ. ബിൽഡിംഗ് പെർമിഷനെ കൊടുക്കുള്ളൂ, ബിൽഡിംഗ് പെർമിറ്റ് മുനിസിപ്പാലിറ്റി കൊടുക്കുള്ളൂ. ഇങ്ങനെ ഇടിയാൻ സാധ്യതയുള്ള കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഖനനം നടത്താനും പിന്നെ പൊട്ടിച്ചാനും മണ്ണെടുക്കാനും കൊടുക്കേണ്ടത് മൈനിങ് ആൻഡ് ജിയോളജിയാണ്. അവരാണ് മണ്ണെടുക്കാൻ കൊടുക്കേണ്ടത്. നമ്മളെന്നെ കണ്ടാൽ മനസ്സിലാവില്ല മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന്. അപ്പൊ നിങ്ങൾ ഈ മഴയൊക്കെ പെയ്ത സമയത്ത് അവരോട് പറഞ്ഞിരുന്നു ഇനി മണ്ണെടുക്കരുത്, JCB കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവരോട് ഞാൻ തന്നെ പോയി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് എന്നാ അവർ ഇവിടുന്ന് മണ്ണെടുത്തത്? അതിപ്പോ ഏറിപ്പോയാൽ 20-25 ദിവസമായിട്ടുണ്ടാവും. മണ്ണെടുത്ത് മഴ തുടങ്ങിയ ശേഷം മണ്ണെടുത്തില്ല എന്ന് ഉറപ്പാണ്. മഴ തുടങ്ങിയ ദിവസം എടുത്തിട്ടുണ്ടാവില്ല. ഇല്ല. അപ്പൊ ഇത് കരിങ്കല്ല് ഖനനം നടത്തുന്നുണ്ട്. ആ തെങ്ങ് കണ്ടോ? നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് തെങ്ങ് അവിടെ ഉണ്ട്. ഇന്നലെ വന്ന സമയത്ത് തെങ്ങ് കടപുഴക്കി വീണിട്ടുണ്ട്. ഇന്നലെ വീണിട്ടുണ്ട്, ഇന്ന് രാവിലെ വീണിട്ടുണ്ട്.
മിനിഞ്ഞ രാവിലെയൊക്കെ നിങ്ങൾ ഈ അധികൃതരെ അറിയിച്ചിരുന്നു, പരാതി അറിയിച്ചിരുന്നു? ജിയോളജി വകുപ്പ്, റവന്യൂ വകുപ്പ്? ഒറിജിനല്ലേ നമ്മളെന്താ വെച്ചാൽ വില്ലേജ് ഓഫീസറെ വിളിക്കും, നമ്മള് പിന്നെ മുനിസിപ്പാലിറ്റി വില്ലേജ് വരുന്നത് പാണക്കാട് വില്ലേജ്. പാണക്കാട് വില്ലേജ് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ടോ? ഓ അവിടെ ഉണ്ട്. ഞാനിപ്പോ ആ ചീനിന്റെ ഉടനെ ഞാൻ പറഞ്ഞതാ പൊളിഞ്ഞാടുമ്പോ അയാൾ വിളിച്ചപ്പോ ആണ്ട് കിടക്കായിരുന്നു. എന്താ പറയുന്നത്? വില്ലേജ് ഓഫീസർ എന്താ മൂപ്പരോട് സംസാരിക്കുമ്പോൾ എന്താ പറയുന്നത്? അല്ല അത് ഇനി നമ്മളെന്താ വെച്ചാൽ ഇത് സംഭവിക്കുമ്പോൾ നമുക്ക് വിളിക്കാനുള്ളത് അവരാണ്. അതായത് റവന്യൂ വകുപ്പാണ് ഇതിന് ചെയ്യേണ്ടത്. നമുക്കിത് സംഭവിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വിളിക്കേണ്ടതാണ്. മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ടത് വെച്ചാൽ ബിൽഡിംഗ് പെർമിറ്റ് മുനിസിപ്പാലിറ്റി കൊടുക്കണം. കൊടുത്തിട്ടുണ്ടോ? ബിൽഡിംഗ് പെർമിറ്റ് കഴിഞ്ഞ കൊടുത്തിട്ടുണ്ടെന്നല്ലേ നമ്മളറിയില്ല. അയ്യോ അറിയില്ലേ? വാർഡ് കൗൺസിലറല്ലേ? ഒരു 2 കൊല്ലം മുന്നേ ഇവിടെ ഇടിഞ്ഞതാണ് ഈ ഭാഗം. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മണ്ണെടുക്കണ്ട്, ഇവിടെ മണ്ണെടുക്കണ്ട്. അതിന് അനുമതി ആരാ കൊടുത്തത്? സാധ്യതയുള്ള സ്ഥലത്ത് ആര് കൊടുത്തു? അതിന് നേരെ മേലെ നോക്കിയ സ്കൂൾ കാണാം. ആ സ്കൂൾ കണ്ടെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാൽ കാണാമല്ലോ. എന്നിട്ട് അതിന്റെ താഴെയാണ് ഈ മണ്ണെടുക്കുന്നത്. അതിനൊക്കെ അനുമതി ആരാ കൊടുക്കണത്? അത് ആരാണ്? ഇവരറിയാതെ ഏതായാലും ഇത് എടുക്കൂലല്ലോ. അത് റോഡ് സൈഡ് മറ കെട്ടി ഇത് മൊത്തമായിട്ട് ഇടിയാണ്. ഇപ്പൊ നേരെ പോയേക്കാണ് ഈ വെള്ളം മൊത്തം ചെല്ലണത്. അരുൺകുമാർ അവരുടെ ആശങ്കയാണ് പറയുന്നത്. മണ്ണിടിക്കാനുള്ള അനുമതി കൊടുത്തത് ആരാണെന്ന് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ചോദ്യം വളരെ പ്രസക്തമാണ്. മുബഷീർ, ഒരു സംശയം വീണ്ടും നമുക്ക്, അത് ആരുടെ പ്രോപ്പർട്ടിയാണെന്ന് ആർക്കും അറിയില്ലേ? ഇത് ആരുടെ പ്രോപ്പർട്ടിയാണെന്ന് വാർഡ് കൗൺസിലർക്ക് അറിയില്ല, നഗരസഭ അധ്യക്ഷയ്ക്ക് അറിയില്ല. ആരാണ് ഈ പ്രോപ്പർട്ടിയുടെ ഓണർ? അല്ലേക്ക ഇത് ആരാ ഇത് വാങ്ങിയത്? അതിനെപ്പറ്റി നിങ്ങൾക്ക് വല്ല? അത് വാങ്ങിയ ആൾ ഇവിടെ ഒന്നുമല്ല, വാങ്ങിയ ആൾ കുറച്ച് വിട്ടുള്ളതാണ്. പക്ഷെ അവരുടെ പേരും അഡ്രസ്സൊന്നും ആ പേരും അഡ്രസ്സൊന്നും നമുക്കറിയില്ല. കാരണം ഞാൻ ഇതിൽ തേങ്ങ നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധങ്ങളെ നമുക്ക് അറിയുള്ളൂ. മറ്റാളെ ഉടമക്കാരനെ പറ്റിയൊന്നും നമുക്കൊന്നും അറിയില്ല. അതാണുള്ളത്. ആ ആളെ പേരും അഡ്രസ്സോ ഒന്നും നമുക്കറിയില്ല. നമ്മളീ ഭാഗത്തുനിന്ന് ആളാ, കുറച്ച് ആൾക്കാർ കുറച്ച് വിട്ടുള്ള ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുണ്ട്. ജോലിയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരൊന്നല്ല. അല്ലല്ല, ഒക്കെ പുറത്തുള്ള ആൾക്കാർ. ഞങ്ങൾ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയാലും പണിയെടുക്കണില്ല. മണ്ണ് മാന്തുന്ന JCB കൊണ്ടുവന്നിട്ടായിരുന്നോ മണ്ണൊക്കെ മാന്തി? അത് ACB ആയിട്ടാണ് അതാ